ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. എന്നാൽ എഫ്രയീമ്യർ നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിനവൻ, നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയസറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രൈമിൻ്റെ കാലാ പെറുക്കിയല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അനന്തരം ഗിദെയോൻ യോർദാങ്കിലെത്തി. അവനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സുക്കോത്തിലെ നിവാസികളോട് എൻ്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന രാജാക്കന്മാരായ സേബഹിനെയും സൽമുന്നയെയും പിന്തുടരുകയായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിൻ്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. അതിന് ഗിദെയോൻ, ആകട്ടെ, യഹോവ സേബഹിനെയും സൽമുന്നയെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പാറക്കാര കൊണ്ടും തല്ലിക്കീറുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു. സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു. അവൻ പെനുവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയുമെന്ന് പറഞ്ഞു. എന്നാൽ സേബഹും സൽമുന്നയും അവരോടുകൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 10,000 പേരായ അവരുടെ സൈന്യവും കർക്കോരിലായിരുന്നു. വാളൂരി പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദെയോൻ നോബഹിനും യൊഹ്ബഹയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബഹും സൽമുന്നയും ഓടിപ്പോയി. അവനവരെ പിന്തുടർന്നു. സേബഹ്, സൽമുന്ന എന്ന 2 മിദ്യാന രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തൊക്കെയും പേടിപ്പിച്ച് ചിതറിച്ചു കളഞ്ഞു. അനന്തരം യോവാശിൻ്റെ മകനായ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേറസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 77 ആളുകളുടെ പേർ അവൻ എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിൻ്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധി പഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സേബഹിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോരിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നെന്ന് ചോദിച്ചു. അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നെന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിനവൻ, അവർ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു. അവരെ നിങ്ങൾ ജീവനോടെ വച്ചിരുന്നുവെങ്കിൽ യഹോവയാണ്, ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ ആദ്യജാതനായ ഏദറിനോട്, എഴുന്നേറ്റവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാളൂരാതെ നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക, ആളെപ്പോലെയല്ലോ അവൻ്റെ ബലമെന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രകലകൾ എടുത്തു. അനന്തരം ഇസ്രായേലിൽ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങനെ തന്നെ നിൻ്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനും ആകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോടൊന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരേണം എന്ന് പറഞ്ഞു. അവർ ഇശ്മായേലരായിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കനുണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാമെന്നവർ പറഞ്ഞൊരു വസ്ത്രം വിരിച്ച് ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കൻ്റെ തൂക്കം 1700 ഷെക്കേലായിരുന്നു. ഇതല്ലാതെ ചന്ദ്രകലകളും കുണ്ടലങ്ങളും മിദ്യാന രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ടൊരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിൻ്റെ അടുക്കൽ വന്നു. അത് ഗിദെയോൻ അവൻ്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോൻ്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. യോവാശിൻ്റെ മകനായ യെരുബാൽ തൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരും ഉണ്ടായിരുന്നു. ഷെഖേമിലുള്ള അവൻ്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു. അവന് അബീമേലെക്ക് എന്ന് അവൻ പേരിട്ടു. യോവാശിൻ്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസ്രിലുള്ള ഒഫ്രയിൽ അവൻ്റെ അപ്പനായ യോവാശിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവൻ്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല.